യുദ്ധങ്ങൾ വെറും മിസൈലുകളിലോ ബോംബുകളിലോ മാത്രം ഒതുങ്ങുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങൾ നൽകുന്നത്. യുദ്ധവിമാനങ്ങളുടെയും കപ്പലുകളുടെയും ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുമ്പോഴും അതിനേക്കാൾ മാരകമായ ഒരു നിശബ്ദ യുദ്ധം സൈബർ ഇടങ്ങളിൽ സജീവമാണ്. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു പശ്ചിമേഷ്യയിലെ യുദ്ധവും മിസൈലുകൾക്ക് മുൻപേ എത്തുന്ന ഹാക്കർമാരും. യുദ്ധം ആരംഭിക്കുന്നതിന് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുൻപേ ശത്രുവിന്റെ പ്രതിരോധ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുന്ന പ്രീ പൊസിഷനിംഗ് എന്ന തന്ത്രമാണ് അമേരിക്കയും ഇസ്രായേലും പയറ്റുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, സൈനിക ആശയവിനിമയ ശൃംഖലകൾ എന്നിവയിലേക്ക് മുൻകൂട്ടി നുഴഞ്ഞു കയറി അവയെ നിഷ്ക്രിയമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇറാൻ പരമാധികാരിയായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെയും മറ്റ് സൈനിക മേധാവികളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ ഇറാനിലെ CCTV ക്യാമറകളും ട്രാഫിക് സംവിധാനങ്ങളും വരെ ഇസ്രായേൽ ഹാക്ക് ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത്തരം നിരീക്ഷണങ്ങളിലൂടെ ശത്രുവിന്റെ ജീവിതശൈലി മനസ്സിലാക്കി കൃത്യമായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നു. ആക്രമണം തുടങ്ങുമ്പോൾ തന്നെ ശത്രുവിനെ അന്ധമാക്കുന്ന രീതിയാണ് US സ്വീകരിക്കുന്നത്. US സൈബർ കമാൻഡിലെയും സ്പേസ് കമാൻഡിലെയും ഉദ്യോഗസ്ഥരെ ജനറൽ ഡാൻ കെയ്ൻ ആദ്യ നീക്കക്കാർ എന്നാണ് വിശേഷിപ്പിച്ചത്. ശത്രുവിന് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിക്കാതിരിക്കുവാൻ മൊബൈൽ ടവറുകൾ ജാം ചെയ്യുകയും ആശയവിനിമയം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ഇതിന്റെ ഭാഗമാണ്. യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിൽ കൃത്രിമ ബുദ്ധി വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്യാനും സൈനിക ലക്ഷ്യങ്ങൾ അതിവേഗം കണ്ടെത്തുവാനും AI ഉപകരണങ്ങൾ സഹായിക്കുന്നു. മുൻകാലങ്ങളിൽ നടന്ന സ്നക്സ്നെറ്റ് ആക്രമണം പോലെ ശത്രുവിന്റെ നിർണായക കേന്ദ്രങ്ങളെ തകർക്കുവാൻ അത്യാധുനിക സൈബർ പ്രോഗ്രാമുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മിസൈൽ ആക്രമണങ്ങളെ പോലെ സൈബർ ആക്രമണങ്ങൾ പരസ്യപ്പെടുത്തുവാൻ രാജ്യങ്ങൾ മടിക്കുന്നു. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഹാക്കിംഗ് രീതികൾ വെളിപ്പെടുത്തിയാൽ ശത്രുവിന് അവ പെട്ടെന്ന് പ്രതിരോധിക്കുവാൻ സാധിക്കും. മറ്റൊന്ന് നിയമപരമായ പ്രശ്നമാണ്. സൈബർ ആക്രമണങ്ങളെ ഒരു സായുധ ആക്രമണമായി കണക്കാക്കണമോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. എന്നിരുന്നാലും ആധുനിക യുദ്ധത്തിന്റെ അവിഭാജ്യ ഘടകമായി സൈബർ ഇടം മാറിയിരിക്കുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വെറും വിവരങ്ങൾ ചോർത്തുക എന്നതിനപ്പുറം ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുവാനും സൈന്യത്തെ നിശ്ചലമാക്കുവാനും ശേഷിയുള്ള ഒന്നായി ഡിജിറ്റൽ യുദ്ധം മാറിയിരിക്കുകയാണ്. നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി അധികാരമേൽക്കുന്നു എന്ന വാർത്ത മധ്യേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ഈ അധികാര കൈമാറ്റം കേവലം ഒരു ആഭ്യന്തര മാറ്റമല്ല, മറിച്ച് ആഗോള സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. മുജ്തബയെ പിൻഗാമിയാക്കരുത് എന്ന് അലി ഖമനൈ വിൽപത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നതായാണ് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധമുള്ള പ്രതിപക്ഷ സംഘടനയായ നാഷണൽ യൂണിയൻ ഫോർ ഡെമോക്രസിയുടെ ഗവേഷണ ഡയറക്ടർ ഖോസ്രോ ഇസ്ഫഹാനി ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഈ വിലക്ക് നിലനിൽക്കെ മുജ്തബ എങ്ങനെ പുതിയ പരമോന്നത നേതാവായി എന്നുള്ള ചോദ്യവും ഉയരുകയാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈ വധിക്കപ്പെട്ടതിന് പിന്നാലെ ഇറാനിലെ ജനങ്ങളോട് സ്വന്തം സർക്കാരിനെ അട്ടിമറിക്കുവാനും അധികാരം ഏറ്റെടുക്കുവാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു. ഒരേയൊരു അവസരമാണിതെന്നും നിങ്ങളിത് ഉപയോഗിക്കണമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. സമാനമായ സന്ദേശവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തിയിരുന്നു. התוכנית הזאת איננה והמלל את עמו ושקד כל הזמן בלי הרף על התוכנית להשמדת ישראל. התוכנית הזאת איננה, ורבים הסימנים שגם הרודן הזה איננו.
הבוקר סיכלנו בכירים במשטר האייתולות, מפקדים במשמרות המהפכה, בכירים בתוכנית הגרעין, ואנחנו נמשיך. בימים הקרובים נכה באלפי מטרות של משטר הטרור. אנחנו ניצור את התנאים לעם האיראני האמיץ לשחרר את עצמו מכבלי הרודנות. ולכן אני שוב פונה אליכם, אזרחי איראן. אל תחמיצו את ההזדמנות. זו הזדמנות של פעם בדור. אל תשבו בחיבוק ידיים, כי בקרוב יגיע הרגע שלכם, הרגע שבו תידרשו לצאת לרחובות בהמוניכם, לצאת לרחובות כדי להשלים את המלאכה, להפיל את משטר הזוועות שממרר לכם את החיים. הסבל וההקרבה שלכם לא יהיו לשווא. העזרה שהחלתם לה, העזרה הזאת הגיעה. Help has arrived. ועכשיו הגיעה העת שתתאחדו יחד למשימה היסטורית. אזרחי איראן, הפרסים, הכורדים, האזרים, האחווזים והבלוצ'ים. זה הזמן שלכם לאחד כוחות, להפיל את המשטר, להבטיח את עתידכם. אזרחי ישראל היקרים, לאורך כל מלחמת התקומה, שאבתי כוח רב מהעמידה האיתנה שלכם. לא נפלתם למלכודות הדכדוך והייאוש. להפך, זקפתם קומה, נתתם גיבוי ללוחמינו הגיבורים, נתתם גיבוי לממשלה ונתתם גיבוי לי כדי להוביל את המאבק על קיומנו. כך בדיוק נוהג עם חפץ חיים, עם של אריות. גם בימים הקרובים נידרש יחד לאותה עמידה איתנה, לאותה משמעת ברזל בשמירה על הוראות פיקוד העורף. אזרחי ישראל היקרים, יש סמליות רבה בכך שהיום הוא י"א באדר. בתאריך זה, לפני 106 שנים, נפל גיבור האומה יוסף טרומפלדור בקרב תל חי. מורשתו, גבורתו, מפעמות בנו. באנדרטה לזכרו, בפסגת אצבע הגליל, בה נפל עם 7 חבריו, הוקם פסל הארי השואג. פעמים רבות במהלך חיי ביקרתי שם. כשהסתכלתי על הפסל, כך תמיד ראיתי אתכם, כך תמיד ראיתי אותנו, את עם ישראל. בעזרת השם, שאגת הארי של חיילינו, של טייסינו, של אזרחינו, נשמעת עכשיו בעולם כולו. והיום, יותר מתמיד, העולם כולו יודע, עם ישראל חי. എന്നാൽ പ്രതിഷേധിച്ചാൽ വധശിക്ഷയെന്നാണ് പൊതുജനങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. വിദേശ ശക്തികളുടെ ആഹ്വാനപ്രകാരം തെരുവിലിറങ്ങുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഇറാൻ സുരക്ഷാ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശത്രുക്കളുടെ അഭ്യർത്ഥന മാനിച്ച് തെരുവിലിറങ്ങുന്നവരെ ശത്രുക്കളായി തന്നെ കണക്കാക്കുമെന്ന് പോലീസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ്റേസ റദാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശത്തോ സ്വദേശത്തോ ഇരുന്ന് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും കുടുംബാംഗങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും സ്റ്റേറ്റ് ടെലിവിഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചാരവൃത്തിയിലോ വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിലോ ഏർപ്പെടുന്നവർക്ക് വധശിക്ഷ നൽകുമെന്ന് പ്രോസിക്യൂട്ടർ ജനറൽ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ടെഹ്റാനിലെ വിവിധ സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 10ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായാണ് സൂചന. രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തി പ്രതിഷേധങ്ങൾക്കും അശാന്തിക്കും വഴിയൊരുക്കുകയാണ് ഇത്തരം ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇറാനിൽ വരാനിരിക്കുന്ന മാറ്റം ഒരു കുടുംബവാഴ്ചയുടെ സൂചനയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവം രാജഭരണത്തെ അട്ടിമറിച്ചാണ് അധികാരത്തിൽ വന്നെന്നിരിക്കെ ഇപ്പോൾ മകനെ വീണ്ടും പിൻഗാമിയായി നിശ്ചയിക്കുന്നത് വിരോധാഭാസമായി പലരും കാണുന്നു. മുശതബ ഖമനയുടെ കടുത്ത നിലപാടുകൾ ഇറാന്റെ വിദേശ നയത്തിൽ കൂടുതൽ കാർക്കശ്യം വരുത്തുവാൻ സാധ്യതയുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു എന്നാരോപിച്ച് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന സൈനിക നീക്കം മേഖല ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് അവർ വാദിക്കുമ്പോൾ അത് വലിയ തോതിലുള്ള മാനുഷിക ദുരന്തങ്ങളിലേക്കും എണ്ണവില വർധനവിനും കാരണമായേക്കാം. ഹസൻ നസറല്ലയെ പോലുള്ള ഇറാൻ അനുകൂല നേതാക്കളുടെ പതനത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ആഭ്യന്തര നിയന്ത്രണം ശക്തമാക്കുവാൻ ശ്രമിക്കുകയാണ്. മുശതബയുടെ വരവ് ഹാർഡ്ലൈനർമാരുടെ ശക്തിയും വർദ്ധിപ്പിക്കും. ആഗോള സമ്പദ് വ്യവസ്ഥ പരിഗണിക്കുകയാണെങ്കിൽ
ഗൾഫ് മേഖലയിൽ 3 ചരക്ക് കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ആഗോള എണ്ണ വിപണിയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഏഷ്യൻ വ്യാപാരത്തിനിടെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 9% ഉയർന്ന ബാരലിന് $100 പിന്നിട്ടു. ഇറാനുമായുള്ള US-ഇസ്രായേൽ യുദ്ധം രൂക്ഷമായതോടെ ഊർജ്ജ വിതരണ ശൃംഖല തകരുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് നിലവിൽ കപ്പൽ ഗതാഗതത്തിന് യോഗ്യമല്ലാത്ത രീതിയിൽ അപകടാവസ്ഥയിലാണ്. അമേരിക്കയോടോ ഇസ്രായേലിനോടോ സഹകരിക്കുന്ന ഏത് കപ്പലും ലക്ഷ്യമിടുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എണ്ണവില ബാരലിന് $200 വരെ ഉയർന്നേക്കാമെന്നാണ് ഇറാന്റെ ഭീഷണി. വിപണിയിലെ അസ്ഥിരത കുറയ്ക്കുന്നതിനായി അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി ചരിത്രപരമായ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചു. റെക്കോർഡ് അളവായ 400 ദശലക്ഷം ബാരൽ എണ്ണ കരുതൽ ശേഖരത്തിൽ നിന്ന് പുറത്തുവിടുമെന്നാണ് പ്രഖ്യാപനം. 2022 യുക്രൈൻ അധിനിവേശ സമയത്ത് പുറത്തുവിട്ടതിനേക്കാൾ ഇരട്ടിയിലധികം വരുന്നത്. എന്നിരുന്നാലും വിതരണ തടസ്സം നീണ്ടു നിൽക്കുമെന്ന ആശങ്കയുള്ളതിനാൽ വിപണിയിൽ വില കാര്യമായി കുറഞ്ഞിട്ടില്ല. ജപ്പാനിലെ നിക്കി സൂചിക 1%, ലണ്ടനിലെ FTSE 100 സൂചിക 0.6% ഇടിഞ്ഞു. ഫിലിപ്പീൻസ്, തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ ജനങ്ങളുടെ നീണ്ട നിരയാണ് കാണപ്പെടുന്നത്. ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഫിലിപ്പീൻ സർക്കാർ ആഴ്ചയിൽ 4 പ്രവൃത്തി ദിനങ്ങൾ ഏർപ്പെടുത്തി. തായ്ലൻഡിൽ സർക്കാർ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുവാനും നിർദ്ദേശിച്ചു. അതേസമയം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര നീക്കം. ഇറാൻ-ഇസ്രായേൽ സംഘർഷം ആഗോളതലത്തിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനിടെ ഇറാന്റെ പ്രത്യേക അനുമതിയോടെ ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ട ഇന്ത്യൻ എണ്ണക്കപ്പൽ സുരക്ഷിതമായി മുംബൈ തുറമുഖത്തെത്തി. സൗദി അറേബ്യയിലെ റാസ് തനുറയിൽ നിന്ന് 1,35,335 മെട്രിക് ടൺ ക്രൂഡ് ഓയിലുമായി പുറപ്പെട്ട ഷെൻലോങ് എന്ന കപ്പലാണ് നയതന്ത്രപരമായ നീക്കങ്ങൾക്കൊടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സൈനിക നീക്കം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് ഇന്ത്യക്ക് ഈ ഇളവ് ലഭിച്ചത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ നടത്തിയ ചർച്ചകളാണ് ഇതിന് വഴിയൊരുക്കിയത്. സുരക്ഷാ കാരണങ്ങളാൽ കപ്പലിന്റെ ട്രാക്കിംഗ് സിഗ്നലുകൾ ഓഫ് ചെയ്ത് അതീവ രഹസ്യമായാണ് യാത്ര പൂർത്തിയാക്കിയത്. ഷെൻലോങ്ങിനു പുറമെ പുഷ്പ, പരിമൾ എന്നീ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് കൂടി ഹോർമൂസ് കടലിടുക്ക് കടക്കുവാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാന പാതകളിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് ലഭിച്ച മുൻഗണന നിലവിലെ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഇറാൻ നാവിക കപ്പലിന് കൊച്ചിയിൽ ഇന്ത്യ സുരക്ഷയും സഹായവും ഒരുക്കിയിരുന്നു. കടലിലെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ നൽകിയ ഈ ഹൃദ്യമായ സമീപനത്തിനുള്ള മറുപടിയായാണ് ഇന്ത്യയോട് ഇത്തരമൊരു സൗമ്യ നിലപാട് സ്വീകരിക്കുവാൻ ഇറാൻ തയ്യാറായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തെ ക്രൂഡ് ഓയിൽ നീക്കത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യക്ക് ലഭിച്ച ഈ മുൻഗണന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന സൈനിക നീക്കത്തിനിടെ ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയും കടുത്ത പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന മംദാനിയുടെ പ്രസ്താവനകൾ സ്വതന്ത്ര രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അമേരിക്കൻ ഫ്രണ്ട്സ് ഓഫ് ജൂഡിയ ആൻഡ് സമരിയ CEO ഇഗാൽ ദിൽമോണി ആരോപിച്ചു. ഇറാനിലെ നിലവിലെ ഭരണകൂടം ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും അവരെ പിന്തുണയ്ക്കുന്നത് സ്വന്തം നഗരത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ നിർണായക ഘട്ടത്തിൽ സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നത് ശത്രുക്കളെ സഹായിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ റിസർവ് ഓഫീസർ കൂടിയായ
ഡിൽമോണി പ്രതികരിച്ചു. സൊഹ്റാൻ മംദാനിയെ പോലുള്ളൊരു നേതാവ് ഇറാനെ പിന്തുണയ്ക്കുന്നത് അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയെ അവഗണിക്കുന്നതിന് തുല്യമാണെന്ന വാദം ശക്തമാണ്. ഒരു വികസിത നഗരത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടങ്ങളെ പിന്തുണയ്ക്കുന്നത് സ്വതന്ത്ര ലോകത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രക്ഷുബ്ധമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാനിലെ പരമോന്നത നേതൃത്വത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കേവലം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള അധികാര കൈമാറ്റമല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശാബ്ദങ്ങളിൽ ലോകക്രമം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിർണായക വഴിത്തിരിവാണ്. ആയത്തുള്ള അലി ഖമനയുടെ വിൽപത്രത്തിലെ വിലക്കുകൾ മറികടന്ന് മുജ്തബ ഖമനൈ അധികാരത്തിലെത്തുന്നത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. 1979 രാജ്യഭരണത്തെ അട്ടിമറിച്ച് രാജ്യം വീണ്ടും കുടുംബവാഴ്ചയിലേക്ക് മടങ്ങുന്നത് ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്ന വാദം ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാക്കുവാൻ സാധ്യതയുണ്ട്. ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ ട്രംപും നെതന്യാഹുവും നടത്തുന്ന ആഹ്വാനങ്ങൾ ഒരു വശത്തും പ്രതിഷേധിക്കുന്നവരെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്ന ഇറാന്റെ ഭീഷണി മറുവശത്തും നിൽക്കുമ്പോൾ ഇറാനിലെ സാധാരണ ജനങ്ങൾ വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. റസാ പഹ്ലവിയെ പോലുള്ളവരുടെ ആഹ്വാനം ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇറാന്റെ ഭാവി. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാറായി എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാന്റെ പുതിയ നേതൃത്വവും മാറുന്ന ആഗോള സാഹചര്യങ്ങളും ഒരു പുതിയ ശീതയുദ്ധത്തിലോ അല്ലെങ്കിൽ അതിശക്തമായ പ്രാദേശിക ഏറ്റുമുട്ടലുകളിലേക്കോ വഴിമരുന്നിട്ടേക്കാം. മിസൈലുകളേക്കാൾ മാരകമായി സൈബർ ആയുധങ്ങൾ മാറിയ ഈ കാലഘട്ടത്തിൽ യുദ്ധമെന്നത് വെറും അതിർത്തികളിലെ ഏറ്റുമുട്ടൽ മാത്രമല്ല, മറിച്ച് ശത്രുവിനെ ഡിജിറ്റലായി തളച്ചിടുന്ന ഒരു നിഴൽ യുദ്ധം കൂടിയാണ്. എണ്ണ വിപണിയിലെ അസ്ഥിരതയും സൈനിക നീക്കങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ സമാധാനമെന്നത് നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രം കൈവരിക്കുവാൻ കഴിയുന്ന ഒന്നായി അവശേഷിക്കുന്നു. ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നീക്കം ഇറാനെയും ആഗോള രാഷ്ട്രീയത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് അറിയുവാനും തെരുവുകളിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയാനാണ്.